നമസ്കാരം. അമേരിക്കൻ യാത്ര കഴിഞ്ഞ് ഇന്നലെ തിരിച്ചെത്തുമ്പോൾ നീണ്ട ആ വിമാനയാത്രയ്ക്കിടയിൽ എൻ്റെ അടുത്തിരുന്ന ഒരച്ഛനും അമ്മയും പറഞ്ഞ വാക്കുകളാണ് ഇപ്പോൾ എൻ്റെ മനസ്സ് നിറയെ. 12th ഗ്രേഡിൽ പഠിച്ചിരുന്ന മകൻ നഷ്ടപ്പെട്ടതിൻ്റെ വേദന അവർ പങ്കുവയ്ക്കുമ്പോൾ പലപ്പോഴും അവർ വല്ലാതെ വിതുമ്പി. അവർ കാരണമാണ് മകൻ ഈ ഭൂമിയിൽ നിന്ന് പോയത് എന്നതിന് കുറ്റബോധം കൊണ്ട് അവർ മാനസികമായിട്ട് ആകെ തളർന്നിരുന്നു. അവർ പറഞ്ഞ ചില കാര്യങ്ങൾ ചിലരുടെയെങ്കിലും ചിന്തകളിൽ ഒരു മാറ്റം വരുത്തും എന്ന പ്രതീക്ഷയിലാണ് ഞാൻ ഈ വീഡിയോ ഇവിടെ പോസ്റ്റ് ചെയ്യുന്നത്. അമ്മ നഴ്സാണ്, അച്ഛൻ റിയൽ എസ്റ്റേറ്റ് ബിസിനസ് നടത്തുന്നു. ഒറ്റ മകനേ ഉണ്ടായിരുന്നുള്ളൂ. കുട്ടിക്കാലം മുതൽ അവൻ കണ്ടു പഠിച്ചത് പണമാണ് എല്ലാം എന്നായിരുന്നു. അമ്മ ആശുപത്രിയിൽ ഓവർ ടൈം ജോലി ചെയ്ത് പണമുണ്ടാക്കുന്നതും അതുപോലെ തന്നെ അച്ഛൻ പണത്തിന് വേണ്ടി പരക്കം പായുന്നതും കണ്ടാണ് അവൻ വളർന്നത്. എളുപ്പവഴിയിൽ പണമുണ്ടാക്കാൻ വേണ്ടിയിട്ട് മകൻ ഡ്രഗ്സിൻ്റെ വിൽപ്പനക്കാരനായത് മാതാപിതാക്കൾ അറിഞ്ഞതേയില്ല. അത്തരം ഒരു കൂട്ടുകെട്ടുകൾക്കിടയിൽ അവൻ ചെന്നുപെട്ടത് അവർക്ക് അറിയാൻ നേരമുണ്ടായിരുന്നില്ല എന്നുള്ളതാണ് സത്യം. പിന്നെ സംഭവിച്ചതൊന്നും അവർക്കറിയില്ല. ഒരു ദിവസം അവൻ ആത്മഹത്യ ചെയ്തു. ഇപ്പോൾ അമേരിക്കയിൽ ഇവർക്കൊരുപാട് സമ്പത്തുണ്ട്. നാട്ടിൽ അടച്ചിട്ടിരിക്കുന്നൊരു മണിമാളികയും അതുപോലെ തന്നെ പലയിടത്തായിട്ട് പൂട്ടിയിട്ടിരിക്കുന്ന ഫ്ലാറ്റുകളുണ്ട്. പക്ഷെ ഒന്നും വിൽക്കാൻ പറ്റുന്നില്ല. വിറ്റാൽ തന്നെ പണം ഇവിടുന്ന് അമേരിക്കയിലേക്ക് കൊണ്ടുപോകാൻ വഴിയൊന്നുമില്ല. അങ്ങനെ മകൻ മരിച്ച ദുഃഖം കൊണ്ടും അതുപോലെ തന്നെ അമിതമായിട്ട് സമ്പാദിച്ച പണം കൊണ്ടും ആകെ ദുഃഖത്തിലാണ് അവർ. എന്തൊക്കെ ഉണ്ടായിട്ടും ജീവിതം വെറുതെയായി എന്നൊരു തോന്നൽ. ഉറക്കമില്ല, വിശപ്പില്ല, ഒന്നിനോടും ഒരു താല്പര്യമില്ല. വിമാനത്തിലെ ഈ അരണ്ട വെളിച്ചത്തിൽ അവരുടെ കണ്ണിൽ നിന്നും പലപ്പോഴും കണ്ണുനീരിങ്ങനെ ഇറ്റ് വീഴുന്നത് ഞാൻ കണ്ടു. ഇനി ഞാൻ ഈ ജീവിതത്തിൽ മനസ്സിലാക്കിയ ചില കാര്യങ്ങൾ നിങ്ങളോട് പറയാം. ഒരാൾ സമ്പന്നനായിരിക്കുകയും വിശപ്പില്ലാതിരിക്കുകയും ചെയ്യുന്നതിനേക്കാൾ എത്രയോ മഹാഭാഗ്യമാണ് സമ്പന്നൻ അല്ലാതിരിക്കുകയും വിശപ്പുണ്ടായിരിക്കുകയും ചെയ്യുക എന്നുള്ളത്. കിടന്നാൽ സ്വസ്ഥമായിട്ട് ഉറങ്ങാൻ കഴിയില്ലെങ്കിൽ എത്ര പണമുണ്ടായിട്ടും എന്ത് കാര്യമുള്ളത്? എല്ലാ സന്തോഷങ്ങളും മാറ്റിവെക്കുകയും പണം കൊണ്ട് എല്ലാം വാങ്ങിക്കാമെന്ന് കരുതി അതിന് പുറകെ ഓടുകയും ചെയ്യുന്നത് മഹാമണ്ടത്തരമാണ്. ജീവിതാവസാനത്തിൽ പണം കൊണ്ട് മേടിക്കാൻ കഴിയാത്ത പലതും ഉണ്ട് എന്നുള്ള കാര്യം തിരിച്ചറിയുമ്പോഴാണ് പലരും വിഷാദ രോഗത്തിന് അടിമപ്പെടുന്നത്. ഞാനിങ്ങനെ വിമാനത്തിലിരിക്കുമ്പോൾ എന്നിലേക്ക് തന്നെ ഒന്ന് ഞാൻ തിരിഞ്ഞു നോക്കി. പണ്ട് മാജിക് ഷോയുമായിട്ട് ട്രൂപ്പിനോടൊപ്പം അമേരിക്കയിൽ പോകുമ്പോൾ ആർത്തിയായിരുന്നു. കൂടുതൽ വേദികൾ കിട്ടാനും അതിലൂടെ കൂടുതൽ പണം നേടാനും പണം സമ്പാദിക്കാനുമുള്ള ആർത്തി. അതുപോലെ തന്നെ ഡേവിഡ് കോപ്പർഫീൽഡും പെൻ ആൻഡ് ടെല്ലറും ഒക്കെ ഷോ നടത്തുന്ന ലാസ് വേഗാസിൽ എത്തിച്ചേരാൻ അത് കാണാനുള്ള കൊതി. എന്നെങ്കിലും അവിടുത്തെ വമ്പൻ തിയേറ്ററിൽ അവരെ പോലെ തന്നെ ഷോ നടത്തണം എന്നുള്ള കൊതി. ഒന്നിൽ നിന്നും മറ്റൊന്നിലേക്ക് ഇങ്ങനെ സ്വപ്നങ്ങളിങ്ങനെ അവസാനമില്ലാതെ പറന്നു കിടക്കുകയായിരുന്നു. എന്നാൽ ഇന്നിപ്പോൾ മാജിക്കെല്ലാം ഉപേക്ഷിച്ച് ഇത്തവണ ഞാൻ അമേരിക്കയിൽ എത്തുമ്പോൾ ഒരു മോഹമില്ല. സത്യം പറയാമല്ലോ, ഇത് വല്ലാത്തൊരു സുഖമാണ്, വല്ലാത്തൊരു അനുഭൂതിയാണ്. അത് നമ്മൾ അനുഭവിച്ച് തന്നെ അറിയണം. നന്ദി, നമസ്കാരം.